ഹായ് ഗൈസ്, നമുക്കിന്നൊരു ചെറിയ കലണ്ടർ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതേപോലെ 12 സ്ക്വയർ ഷീറ്റ്സും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് നമുക്ക് 7 കോളവും 6 റോസും വരച്ചെടുക്കാം. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഏറ്റവും മുകളിലത്തെ റോയിൽ നമുക്ക് ഡേയ്സ് എഴുതാനാണ്. അതായത് സൺഡേക്ക് S, മൺഡേക്ക് M, അതുപോലെ. ഇതിപ്പോൾ ഫെബ്രുവരിയിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡേറ്റ്സ് എഴുതി കൊടുക്കാം. ഡേറ്റ്സ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കാരണം ഇത് കണ്ടോ 10/12. ഇതേത് പ്രതിഭാസമാണാവോ, സാരില്ല, നമുക്കൊരു പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കാം. വൈറ്റ്നർ ഉണ്ടെങ്കിൽ വൈറ്റ്നർ യൂസ് ചെയ്യാം. അങ്ങനെ അത് സെറ്റാക്കി. ഇനി എന്താ, ബാക്കി നമ്പേഴ്സ് എഴുതി കൊടുക്കാം. ഇനി അടുത്ത പരിപാടി ക്യൂട്ട്നെസ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ്. അപ്പോൾ ക്യൂട്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കർവ് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ റോസും കോളംസും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതെ, ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. കളർ പെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് ഈ പെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കൊള്ളടാ, ഇപ്പം നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് മന്ത്സിൻ്റെ നെയിം എഴുതാം. നിങ്ങളുടെ കാലിഗ്രഫി കഴിവൊക്കെ ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കാലിഗ്രഫി പെന്നുണ്ടായിട്ടും ഇത് വെച്ച് എന്തിനാണ് ഞാൻ എഴുതിയെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ അതൊന്നും ഓർമ്മ വരത്തില്ലല്ലോ. കറക്റ്റായിട്ട് ഈ പക്ഷികളും വണ്ടികളും റെക്കോർഡ് ചെയ്യണ സമയത്ത് എവിടെ നിന്ന് വരുന്നാവോ. ക്യൂട്ട്നെസ് കുറച്ച് ഓവർലോഡാക്കാൻ വേണ്ടി ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാം. വേണ്ട, വേണ്ട. ഓക്കെ, അങ്ങനെ ഫ്ലവേഴ്സ് മാത്രമായിട്ട് ഒതുക്കി. അങ്ങനെ ഫെബ്രുവരിയും ജാനുവരിയും കംപ്ലീറ്റ് ചെയ്തു. ജാനുവരിയിലാണ് ഡിസൈൻ ചെയ്തത് കാണണ്ടേ, അത് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പം അതും കണ്ടല്ലോ. ഇനി ബാക്കി 10 മാസത്തെ ചെയ്തെടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ എന്തൊരാശ്വാസം. എത്ര നേരത്തെ പണിയാണെന്നറിയോ. അപ്പോൾ ഇത് ടേബിൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ നെക്സ്റ്റ് പാർട്ടാക്കിയിടാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.